ഇന്ത്യ മഹാരാജ്യം കടുത്ത ഒരു വെല്ലുവിളി നേരിടുകയാണ്. ഇന്ത്യ ഏകാധിപത്യത്തിലേക്ക് നീങ്ങാൻ പോവുകയാണോ എന്നൊരു ബലമായ സംശയം. ഇന്ത്യൻ ഭരണഘടന സംരക്ഷിക്കപ്പെടുമോ, അതോ അത് വലിച്ചെറിയപ്പെട്ട് പുതിയ ഒരു ഭരണഘടന ഇന്ത്യയിൽ സൃഷ്ടിക്കപ്പെടുമോ, ഒരു ഏകാധിപത്യ ഭരണം ഇന്ത്യയിലേക്ക് വരുമോ എന്നെല്ലാം ഇപ്പോൾ ഒരു വലിയ ആശങ്ക ജനങ്ങളുടെ ഇടയിലുണ്ട്. അത് എടുത്തു പറയാനോ അത് ചൂണ്ടിക്കാണിക്കാനോ ആരുമില്ല എന്നുള്ളതൊരു വലിയ വസ്തുതയായി മാറിയിരിക്കുക. പ്രതിപക്ഷ നിലയിലുള്ളവർക്കും അതേക്കുറിച്ച് കൂടുതൽ ബോധ്യമുള്ളതായിട്ട് കാണുന്നില്ല. അവർ ഇന്ത്യയിലെ മറ്റു പല വിഷയങ്ങളിലേക്കാണ് കിടക്കുന്നത്. മറ്റു വിഷയങ്ങൾ വളരെ ശക്തമായി തന്നെ ഇന്ത്യയിൽ നിലനിൽക്കുമ്പോൾ അതിനേക്കാളെല്ലാം ഉപരിയായി ഏകാധിപത്യത്തിലേക്ക് ഇന്ത്യ മഹാരാജ്യം കടക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യ ഏകാധിപത്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടന എല്ലാം നിശ്ചലമാകും, പുതിയൊരു ഭരണഘടന വരും. അപ്പോൾ അത് ഏകാധിപതി ഉദ്ദേശിക്കുന്ന രീതിയിൽ ഭരണം നടക്കും. അങ്ങനെ വരുമ്പോൾ ജനങ്ങളുടെ ഭരണഘടനയ്ക്ക് അനുസൃതമായി ലഭിച്ചുകൊണ്ടിരുന്ന സകല മൗലിക അവകാശങ്ങളും ഇല്ലാതെയാകും. മറ്റുള്ള ഏകാധിപത്യ രാജ്യങ്ങളിൽ അവിടുത്തെ ജനത അനുഭവിച്ചുകൊണ്ടിരുന്ന അതേ ദുരിതം നമ്മുടെ ഈ രാജ്യത്തേക്ക് വരും. ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ ജനാധിപത്യ വിശ്വാസികളായ ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ഭരണാധികാരികൾ വന്നാൽ മാത്രമേ ജനാധിപത്യം സംരക്ഷിക്കപ്പെടുകയുള്ളൂ. ഏകാധിപതികളുടെ ലക്ഷണമെന്ന് പറയുന്നത് തന്നെ അവർ ജനത്തെ തങ്ങളുടെ വഴിയിലാക്കുവാൻ വലിയ സൗജന്യങ്ങൾ വാഗ്ദാനം ചെയ്തും മറ്റ് പല ആകർഷകമായ രീതിയിലും ജനത്തെ തങ്ങളുടെ വഴിയിലാക്കുവാൻ അവർ വേണ്ട എല്ലാ നടപടികളും സ്വീകരിക്കും. തങ്ങളുടെ പരിധിയിൽ ജനം വന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവരുടെ സ്വഭാവം പുറത്തെടുക്കുക എന്നുള്ളതാണ് ഏകാധിപതികൾ പൊതുവായി കാണിക്കുന്നൊരു സ്വഭാവം. അതിനെ എതിർക്കാൻ ആരുമില്ല എന്നുള്ളത് മറ്റൊരു വസ്തുത. ഒരിക്കൽ അഡോൾഫ് ഹിറ്റ്ലർ പറഞ്ഞൊരു വാക്കുണ്ട്. അദ്ദേഹം ഏകാധിപതിയായിരുന്നു. എങ്കിലും അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, ഈ സാംസ്കാരിക നായകർ മിണ്ടാതിരിക്കുന്നത് എറിഞ്ഞു കിട്ടുന്ന എച്ചിൽ കഷ്ണങ്ങളിലെ രുചി ഓർത്തിട്ടാണ് എന്ന് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്. അതുതന്നെയാണ് ഇപ്പോൾ നമ്മുടെ ഈ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എതിർക്കുന്ന വ്യക്തികളെയെല്ലാം ജയിലിലടിക്കുന്ന സംവിധാനം, ആരെതിർക്കുന്നോ അവരെ ശക്തമായി വിമർശിക്കുക, അവരുടെ മേൽ മറ്റുള്ള ആരോപണങ്ങൾ കൊണ്ടുവരിക, അതെല്ലാമാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ വന്നാൽ ഈ സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്ന, നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ഭരണഘടനയ്ക്ക് അനുസൃതമായ എല്ലാവിധ അവകാശങ്ങളും നിഷേധിക്കപ്പെടും. ഇവിടെ ശാന്തിയും സമാധാനവും നിലനിന്നാണ് ഇത്രയും കാലം കടന്നു വന്നത്. ഇന്ത്യ മറ്റൊരു ദുരന്തത്തിലേക്ക് നീങ്ങിയാൽ, ഈ ഏകാധിപത്യത്തിലേക്ക് നീങ്ങിയാൽ അത് വലിയൊരു ദുരന്തമായി മാറുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എല്ലാ സംവിധാനങ്ങളും തൻ്റെ കീഴിലാക്കിക്കൊണ്ടാണ് ഇപ്പോഴത്തെ ഭരണാധികാരി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ ശക്തമായി എതിർത്തില്ലെങ്കിൽ ഇന്ത്യയുടെ ജനാധിപത്യ സ്വഭാവം നഷ്ടപ്പെടും. അതുമാത്രമല്ല, ഇനിയൊരു ഇലക്ഷൻ ഇന്ത്യയിൽ ഉണ്ടാകുമോ എന്നുള്ളത് വളരെ ശക്തമായി നിൽക്കുന്ന ചോദ്യമാണ്. ഇനിയൊരു ഇലക്ഷൻ ഉണ്ടാകാൻ യാതൊരു സാധ്യതയും ഇപ്പോൾ കാണുന്നില്ല. ആ രീതിയിലുള്ള പോക്കാണ് ഇപ്പോൾ ഭരണാധികാരി മുന്നോട്ട് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജനാധിപത്യ വിശ്വാസികൾ ഒന്നടങ്കം ഇതിനെ എതിർത്തില്ലെങ്കിൽ നമ്മുടെ രാജ്യം വലിയ ഒരു ഭീഷണി നേരിടേണ്ടി വരും. അതുകൊണ്ട് ജനാധിപത്യ വിശ്വാസികൾ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുവാൻ വേണ്ട എല്ലാവിധ പ്രവർത്തനങ്ങളും തങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ലെങ്കിൽ അവനവൻ്റെ മൗലിക അവകാശങ്ങൾ എല്ലാം തന്നെ നിഷേധിക്കപ്പെടും, സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടും. ഇതെല്ലാം നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. അവിടെയൊക്കെ നടക്കുന്നതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കിയിട്ടുള്ളവരുമാണ്. പക്ഷേ ഇതൊക്കെ ഇപ്പോൾ ആരും കണ്ടില്ല എന്നതാണ് നടിക്കുന്നത്. ഇത് ഒരു സമൂഹത്തെയോ അല്ലെങ്കിൽ കുറച്ച് വ്യക്തികളെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല. ഏകാധിപത്യ മരണം വന്നു കഴിയുമ്പോൾ ഇന്ത്യൻ സമൂഹം ഒന്നാകെയാണ് അതനുഭവിക്കുന്നത്. അപ്പോൾ ഏകാധിപത്യ ഭരണം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ദുരന്തങ്ങൾ വളരെ കൂടുതലാകും. അത് ചിന്തിക്കുന്നതിനപ്പുറത്തായിരിക്കും. അതുകൊണ്ട് ജനാധിപത്യ വിശ്വാസികൾ തങ്ങളുടെ കടമ നിർവഹിക്കണം. ജനാധിപത്യത്തെ പോഷിപ്പിക്കുന്ന, ജനാധിപത്യം ഉയർത്തിപ്പിടിക്കുന്ന നേതാക്കളെ വേണം തിരഞ്ഞെടുക്കുവാൻ. അവരുടെ കൈകളിലേക്ക് വേണം ഇന്ത്യയിലെ മഹാരാജ്യത്തിൻ്റെ ഭരണം ഏൽപ്പിക്കുവാൻ. ഇല്ലെങ്കിൽ അത് ഗ്ലാസ് പോലെ ഉടഞ്ഞ്
ചിതറിപ്പോവും. നമ്മുടെ രാജ്യം ശിഥിലമാകുന്ന തരത്തിലേക്ക്, ഛിന്ന ഭിന്നമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അതിനിടയുണ്ടാകാതിരിക്കുവാൻ എല്ലാ ജനങ്ങളും ഉണർന്ന് പ്രവർത്തിക്കണം എന്നാണ് ഇക്കാര്യത്തിൽ പറയുവാനുള്ളത്. ഇന്ത്യയുടെ ശാന്തിയും സമാധാനവും നഷ്ടപ്പെടാതിരിക്കുവാൻ, അത് കാത്തു സൂക്ഷിക്കുവാൻ ഓരോ ഇന്ത്യൻ പൗരനും അവൻ്റേതായ കടമകളുണ്ട്. അത് നിർവഹിക്കുന്നത് തെരഞ്ഞെടുപ്പിലൂടെയാണ്. നല്ല ഒരു ഭരണാധികാരിയെ തിരഞ്ഞെടുക്കുക, തങ്ങളുടെ രാജ്യത്തിൻ്റെ സ്വത്തും തങ്ങളുടെ രാജ്യത്തിലെ പൗരന്മാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന, അവർക്ക് ശാന്തിയിലും സമാധാനത്തിൽ ജീവിക്കുവാൻ പറ്റുന്ന, ജനാധിപത്യപരമായ അവകാശങ്ങൾ നഷ്ടപ്പെടാതിരിക്കുവാൻ ഉതകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കുന്ന, ജനാധിപത്യത്തെ സംരക്ഷിക്കുന്ന ഒരു പടനായകനെ പോലെ പ്രവർത്തിക്കുന്ന ഭരണാധികാരിയെയാണ് ഇന്ത്യക്ക് ഇന്ന് ആവശ്യം. അങ്ങനെയുള്ളൊരു ഭരണാധികാരിയാണ് ജനങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. അതിനുള്ള അവകാശം ജനങ്ങളിലാണ് ഉള്ളത്. അത് വിനിയോഗിക്കുമ്പോൾ നാം ഉപയോഗിക്കുന്ന വോട്ടവകാശം അത് നമ്മുടെ രാജ്യത്തിൻ്റെ ഗുണത്തിനുള്ളതാണോ എന്ന് മനസ്സിലാക്കി വേണം ഓരോരുത്തരും വിനിയോഗിക്കുവാൻ. അവനവൻ തന്നെ സ്വന്തം രാജ്യത്തിൻ്റെ നന്മ ആഗ്രഹിച്ചുകൊണ്ട് വേണം ഈ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കുവാനായിട്ട്. മഹാനായ ഐൻസ്റ്റീൻ പറഞ്ഞ ഒരു വാക്കുണ്ട്, ഒരു രാജ്യം നശിക്കുന്നത് ഒരുവൻ തെറ്റ് ചെയ്യുന്നതുകൊണ്ടല്ല, ആ തെറ്റിനെ മറ്റുള്ളവർ തിരുത്താതെ വരുമ്പോൾ അതുകൊണ്ടാണ് രാജ്യം നശിക്കുക എന്ന്, തെറ്റിനെ കൂട്ടു നിൽക്കുമ്പോഴാണ് രാജ്യം നശിക്കുക എന്നൊരു വാക്ക് മഹാനായ ഐൻസ്റ്റീൻ എഴുതി വച്ചിട്ടുണ്ട്. അത് വളരെ കൃത്യമാണ്. പ്രതികരിക്കേണ്ട സ്ഥലത്ത് കൃത്യമായി പ്രതികരിച്ചില്ലെങ്കിൽ അത് വളരെ ദോഷമായി ഭവിക്കും. അത് എതിർക്കപ്പെടേണ്ട കാര്യങ്ങൾ എതിർത്ത് തന്നെ ആവണം, ഇല്ലെങ്കിൽ അത് സ്വയം അനുഭവിക്കേണ്ടി വരും. അന്ന് ആരും രക്ഷയ്ക്കുണ്ടാവില്ല എന്നുള്ളതൊരു വലിയ വസ്തുതയാണ്. അതുകൊണ്ട് നമ്മുടെ വോട്ടവകാശം വിനിയോഗിക്കുമ്പോൾ നമ്മൾ ഈ രാജ്യത്തിൻ്റെ നന്മയെ ഓർത്ത്, പുരോഗതിയെ ഓർത്ത്, ഇത്രയും കാലം ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ശാന്തിയും സമാധാനവും ഇനിയും മുന്നോട്ടുണ്ടാകുവാൻ, ഇന്ത്യ മഹാരാജ്യത്തെ വർണ്ണവർഗ വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരും ഒരുപോലെ ഏകോദര സഹോദരങ്ങളെപ്പോലെ ഇന്ത്യയിൽ ജീവിക്കുവാൻ ഇന്ത്യയിലൊരു നല്ല ഭരണ സംവിധാനം വേണം. അതിനെ നയിക്കുവാൻ നല്ലൊരു ഭരണാധികാരി ഇന്ത്യയിൽ ഉണ്ടാവണം എന്നുള്ളത് ഏറ്റവും വലിയ ഒരു വസ്തുതാപരമായ കാര്യമാണ്. അത് ഉണ്ടായില്ലെങ്കിൽ വലിയ ഒരു പ്രതിസന്ധിയിലേക്ക്, വലിയൊരു ദുരന്തത്തിലേക്ക് നമ്മുടെ രാജ്യം നീങ്ങിപ്പോകും. അതിനെ തടയിടണമെങ്കിൽ ഓരോ പൗരന്മാരും അവരവരുടെ അവകാശങ്ങൾ വളരെ വിവേകപൂർവ്വം വിനിയോഗിക്കണം. അങ്ങനെ വിനിയോഗിച്ചാൽ ഇന്ത്യയുടെ നഷ്ടപ്പെട്ടു പോയ ആ ജനാധിപത്യ സംവിധാനങ്ങളെ വീണ്ടെടുക്കാൻ നമുക്ക് സാധിക്കും. ഇപ്പോഴത്തെ നിലയിൽ ഇനിയൊരു വോട്ടെടുപ്പുണ്ടാകാൻ യാതൊരുവിധ സാധ്യതകളും ഇല്ല എന്നുള്ളത് തന്നെയാണ് വീണ്ടും ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. കാരണം പ്രതിഷേധിക്കുന്നവരെയെല്ലാം, ആ സ്വരങ്ങളെല്ലാം നിശബ്ദമാക്കുന്ന ഒരു സാഹചര്യം, നാവുണ്ടായിട്ടും സംസാരിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് നമ്മുടെ രാജ്യം നീങ്ങും. അതാണിപ്പോൾ സംഭവിക്കുന്നത്. ഇത് ഏതാനും ചില ഇടങ്ങളിൽ നിന്ന് ഇങ്ങനെയുള്ള ഒറ്റപ്പെട്ട സ്വരങ്ങൾ ഈ ഏകാധിപത്യത്തെപ്പറ്റി ഉണ്ടാകുന്നുണ്ട്. അതല്ലാതെ പൊതുസമൂഹം ഈ ഏകാധിപത്യത്തെപ്പറ്റി ഒട്ടും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇത്രയും കാലത്തെ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത്. ഏകാധിപത്യത്തിൻ്റെ ദൂഷ്യഫലങ്ങൾ എന്താണെന്ന് ഇന്ത്യൻ ജനത ഇതുവരെ മനസ്സിലാക്കിയായിട്ട് കാണുന്നില്ല. അങ്ങനെ അത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള ഭരണാധികാരികളെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുവാൻ ജനം മുന്നോട്ട് വരുമായിരുന്നു എന്ന് കരുതുന്നില്ല. ഇത് കണ്ണടച്ചുള്ള, വസ്തുതകൾ കാണാതെയുള്ള ഒരു പോക്കാണ് ഇപ്പോൾ ഇന്ത്യൻ ജനതയുടെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഇന്ത്യയിലെ മറ്റു പ്രശ്നങ്ങളും കൂടി ആയി കഴിയുമ്പോൾ ഇന്ത്യയിലെ സമത്വവും സാഹോദര്യവും എല്ലാം നഷ്ടപ്പെടും. അത് വലിയ കലാപങ്ങളിലേക്ക് നയിക്കും. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മളുടെ ശാന്തിയും സമാധാനവും മുഴുവൻ നഷ്ടപ്പെടും. പിന്നീട് അത് തിരിച്ചു കിട്ടുവാൻ ഒരുപാട് പ്രയത്നിക്കേണ്ടി വരും. മണിപ്പൂർ പോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെട്ടാൽ പിന്നെ നമുക്ക് ചിന്തിക്കാനേ കഴിയുകയില്ല. മണിപ്പൂരിലെ തെരുവിൽ അന്ന്
കലാപകാരികളാൽ ആക്രമിക്കപ്പെട്ട ആ പെൺകുട്ടിയുടെ മുഖം എല്ലാവരുടെയും ഓർമ്മയിൽ വരുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം അക്രമങ്ങൾ കാണുമ്പോൾ അതിനെ നിയന്ത്രിക്കേണ്ട ഭരണാധികാരി കണ്ണടച്ച് അനുവാദം കൊടുക്കുമ്പോൾ ഈ രാജ്യത്ത് ഇതുപോലുള്ള സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെടും. അതുണ്ടാകാതിരിക്കുവാൻ നാം ഓരോരുത്തരും ജാഗരൂകരായി നിന്നാൽ മാത്രമേ മതിയാവുകയുള്ളൂ. അതിനായി പരിശ്രമിക്കണം. ഇല്ലെങ്കിൽ പരസ്പരം പോരടിച്ച് നാമാവശേഷമായി തീരുന്ന സാഹചര്യം ഇന്ത്യ മഹാരാജ്യത്തുണ്ടാവും. അതുണ്ടാകാതിരിക്കുവാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം. നമ്മുടെ കടമയും ഉത്തരവാദിത്വവുമാണ്. ഈ രാജ്യത്തെ നന്മ ആഗ്രഹിക്കുന്ന ഓരോരുത്തരുടെയും കടമയാണത്. ആ കടമയിലേക്ക് ഓരോരുത്തരും കടക്കണം എന്നുകൂടിയാണ് ഈ കാര്യത്തിൽ പറയുവാനുള്ളത്. അത് പ്രത്യേകം നാം ജനാധിപത്യ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുവാൻ സന്നദ്ധരാവണം.